ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ എമ്പുരാൻ്റെ മൂന്നാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഷോ മോഹൻലാൽ ഫാൻ പവർ എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും ഇതിന് പിന്നിൽ അണിനിരക്കണമെന്നൊരു മോഹം. ഇനി നമുക്ക് കളക്ഷൻ കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യ 48 മണിക്കൂറുകൾക്കുള്ളിൽ 100 കോടി കടന്ന ചിത്രം 72 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അത് മറ്റൊരു റെക്കോർഡിലേക്ക് വരും. 135-140 കോടിയിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് അനലിസ്റ്റുകൾ പുറത്തു പറയുന്ന ആ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മൂന്നാം ദിവസം ശനിയാഴ്ച മികച്ച രീതിയിലുള്ള ബുക്കിംഗാണ് സിനിമയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. രണ്ടാം ദിവസത്തേക്കാൾ കൂടുതലാണ് മൂന്നാം ദിവസം കളക്ഷൻ എത്താൻ പോകുന്നത്. ഏറെക്കുറെ അതിനോട് സമാനമായ രീതിയിൽ പോകുമ്പോൾ നൈറ്റ് ഈവനിങ് ഷോസ് വരുമ്പോൾ കൂടുമെന്നുള്ളതാണ്. 2017ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 3,39,000 പേർ ഇതുവരെ ടിക്കറ്റ് ായി കാണുന്നു. 65%, ഇന്നലെ 66% ഉള്ളിടത്ത് ഇന്ന് 65% വന്നിരിക്കുന്നത്. 5,92,00,000 രൂപയാണ് ഇതുവരെ വന്നിരുന്നത്. ഇന്നലെ 6 കോടി ഇതേ സമാനമായ അല്ലെങ്കിൽ ഇന്ന് ഇതേ സമയത്ത് വന്നിരുന്നത്. ഇനി ഈവനിങ് നൈറ്റ് ഷോസ് ഒക്കെ നമുക്ക് നോക്കുമ്പോൾ മിക്കയിടത്തും റെഡ് അലേർട്ട് എന്ന് തന്നെ പറയാം. ഇന്ന് പ്രൊജക്റ്റഡ് ആയിട്ട് ട്രാക്കേഴ്സ് പറയുന്നു 8,28,00,000 രൂപയാണ് വരാൻ പോകുന്നത്. ആദ്യ ദിനം 15 കോടി നേടിയ സിനിമ രണ്ടാം ദിവസം 10 കോടിക്കടുത്ത് നേടുകയും അങ്ങനെ 2 ദിവസം കൊണ്ട് 23 കോടിക്കടുത്ത് നേടിയ സിനിമ മൂന്നാം ദിവസം ഏറെക്കുറെ 9-10 കോടി നേടുമെന്നുള്ള പ്രതീക്ഷയാണ്. അങ്ങനെ വരുമ്പോൾ സിനിമ ഏറെക്കുറെ നമുക്ക് 30 കോടിക്ക് മുകളിലേക്ക് വരും എന്നുള്ള 35 കോടിക്ക് മുകളിൽ കേരളത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ ഇതിനോടകം തന്നെ 102 കോടി കടന്നുവെന്നാണ് ട്രാക്കേഴ്സ് പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കളക്ഷനോട് കൂടി ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും മികച്ച കളക്ഷൻ ആയതുകൊണ്ട് 35 കോടി വരെ വരാനുള്ള ചാൻസുകളുണ്ട്. ഇന്നലെയും അല്ലെങ്കിൽ രണ്ടാം ദിവസവും വേൾഡ് വൈഡായിട്ട് 35 കോടിയോളമാണ് വന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏറെക്കുറെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യം 130 തൊട്ട് 140 കോടിക്കിടയിലായിരിക്കാം സിനിമയുടെ 3 ദിനത്തെ കളക്ഷൻ വരാൻ പോകുന്നത്. ഇതിനോടകം തന്നെ വലിയ വിവാദങ്ങളും കാര്യങ്ങളും വിപ്ലവങ്ങളും സൃഷ്ടിക്കുമ്പോൾ സിനിമ ആളുകൾ തിയേറ്ററിലേക്ക് ഇടിച്ച് കയറുക എന്നല്ല, ഒറ്റ കുഞ്ഞിനും ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയാണ് കൊച്ചി. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളിലെല്ലാം നമുക്ക് കാണുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലും നല്ല തിരക്കാണ്. കാരണം സിനിമയുടെ ഒക്യുപ്പൻസി കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. 16 ലക്ഷത്തോളം ജനങ്ങളാണ് ഇതുവരെ ഈ ഒരു സിനിമ കണ്ടിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഇന്ന് അല്ലെങ്കിൽ ശനിയാഴ്ച കളക്ഷൻ കഴിയുമ്പോൾ സിനിമ 140 കോടി കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ അല്ലെങ്കിൽ 130 കോടിക്ക് മുകളിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവർ കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം നിങ്ങളുടെ കമൻറ്റുകൾ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.